ശരിക്കും 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 മാറി. പാപ്പേട്ടൻ നിങ്ങളോട് ക്ഷമിച്ചു കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം ഏട്ടന് കടയിലൊക്കെ ഒരു ശ്രദ്ധ കുറവുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ട് മോളെ. പോട്ടെ. ഗിരിട്ട പോലെ പോലെ ഒരു മിനിറ്റ്. ഇതെന്താ? ഇതൊരു ഹെൽമെറ്റ്. ഹെൽമെറ്റോ? ആർക്കാ? വേറെ ആർക്കാ? ഗിരിയേട്ടന്. എനിക്കോ? ഇവിടുന്ന് ജംഗ്ഷൻ വരെ പോകുന്നതിനാണോ എനിക്ക് ഹെൽമെറ്റ്? വെറുതെ പൈസ കളഞ്ഞല്ലോ. എവിടെ പോകുന്നതിനാണെങ്കിലും ഹെൽമെറ്റ് വെച്ചിരിക്കണം. എനിക്ക് വേണ്ട. ഇത് വെച്ചേ. അയ്യോ പറു, ഇത് വെച്ചാ എനിക്ക് തലയൊറിയും, ശ്വാസം മുട്ടും. ആദ്യം അങ്ങനൊക്കെ തോന്നും, പിന്നെ ശീലായിക്കോളൂ. വേണ്ട വേണ്ട. നല്ല ശീലങ്ങള് ഇനി മുതൽ പഠിക്കണം. നമ്മൾ ഈ ഹെൽമെറ്റ് വെക്കുന്നത് എന്തിനാ? നിയമം പാലിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാ. ഇത് വെച്ചേ പറ്റൂ. ശ്വാസം മുട്ടുന്നു. ഇതൊന്ന് തല വെച്ചാ ഇപ്പൊ എന്താ? ശ്വാസം മുട്ടുന്നു. അതൊക്കെ മുട്ടും. ഏട്ടൻ ഈ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചേ. ഏട്ടത്തിന് ഏട്ടന് വേണ്ടി വാങ്ങിച്ചതല്ലേ? അത് ശരിയാവില്ല, എനിക്ക് വേണ്ട. നിങ്ങളെടുത്തോ മോളെ. എനിക്ക് വേണ്ടെന്ന്. എനിക്ക് വേണ്ട. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. എനിക്ക് വേണ്ടത്. ഇനി എന്ന് ഈ ഹെൽമെറ്റ് വെച്ചിട്ട് വേണം ബൈക്ക് ഓടിക്കാൻ. ഇനിയെങ്കിലും ഞാൻ ഒന്ന് പോകട്ടെ. ശരി, ഹെൽമെറ്റ് വെച്ച് തന്നെ വരണേ. ഒന്നും കാണുന്നില്ല നേരെ. ശ്വാസം മുട്ടുന്നു. അപ്പച്ചി, നിനക്ക് സുഖാണോന്ന് ഞാൻ ചോദിക്കുന്നില്ല. പഠനത്തേക്കാൾ സുഖവും സന്തോഷവും ഇവിടെ അനുഭവിക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കറിയാം. അപ്പച്ചി, അപ്പച്ചി
അപ്പച്ചി അപ്പച്ചി മോനെ ഊരാൻ ഗിരി. പറ്റുന്നില്ല. അപ്പച്ചി അത് ഏട്ടത്തിയമ്മയുടെ ഗിഫ്റ്റാ. ഏട്ടത്തിയമ്മ ഏട്ടനോട് പറഞ്ഞു എപ്പോ പോയാലും ഇത് വെച്ചോണ്ട് പോകണം. അപ്പച്ചി നീയും നിന്റെ അനിയത്തിമാരും കൂടി എന്റെ മോളെ പൊന്നുപോലെയാ നോക്കുന്നതെന്ന് ഇവള് പറഞ്ഞു. ഞാനിപ്പോ എത്ര സന്തോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞങ്ങളുടെ അമ്മയായി ഏട്ടത്തിയമ്മ. പാറുവിനെ അമ്മയായി മോളെ ഏറ്റെടുത്തോ? കുഞ്ഞി മാത്രല്ല, ഞങ്ങൾ എല്ലാരും ഏട്ടത്തിയമ്മയെ അമ്മയായി ഏറ്റെടുത്ത് കഴിഞ്ഞു. മോനെ, കടൽ തീരത്ത് വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പാറുവിന്റെ രക്ഷയ്ക്ക് മോൻ എപ്പോഴും കൂടെയുണ്ട്. അതങ്ങനെയേ വരൂ. നീ എപ്പോഴും പാറുവിന്റെ കൂടെയുള്ളതാ എന്റെ സമാധാനം. മോനെ, കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല അപ്പച്ചി. അല്ലപ്പച്ചി, അപ്പച്ചി എന്ത് ധൈര്യത്തിലാ ഇങ്ങോട്ട് വന്നേ? അപ്പച്ചി ഇവിടെ വന്ന വിവരം അമ്മാവനെങ്ങാനും അറിഞ്ഞ കൊലപാതകം നടക്കില്ലേ? അപ്പച്ചി അപ്പച്ചി ഇവിടെ വന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് അമ്മാവിന്റെ ചെവിയിലെത്തും. അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടോ? അമ്മ എന്ത് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയ? നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട. ഇവളുടെ അച്ഛൻ തന്നെയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അമ്മാവനോ? ആ, അമ്മാവിന്റെ പിണക്കവും ദേഷ്യം എല്ലാം മാറി മോനെ. ശരിക്കും? ശരിക്കും ശരിക്കും മാറി. പാപ്പേട്ടൻ നിങ്ങളോട് ക്ഷമിച്ചു കഴിഞ്ഞു.